ലാപ്ടോപ്സ് പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. നോർമൽ ലാപ്ടോപ്സ്, പിന്നെ വട്ടം ഓടിക്കാവുന്ന ലാപ്ടോപ്സ് 360 ഡിഗ്രി, ഡിസ്പ്ലേ മാത്രമുള്ള ലാപ്ടോപ്സ്, പിന്നെ ടച്ചും ടൈപ്പും ഒക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ലാപ്ടോപ്പ്. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്ന സെറ്റപ്പിന് ഒരു പ്രശ്നമുണ്ട്, അപ്ഗ്രേഡേഷൻ. യൂസർ എന്ന നിലയിൽ നമുക്ക് 2 കമ്പോണൻസ് ആണ് മെയിനായിട്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക. സ്റ്റോറേജ്, അതായത് SSD ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ റാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ലാപ്ടോപ്പ് ഉണ്ട്. ഓക്കെ, ആ ഒരു കമ്പനിയുടെ ലാപ്ടോപ്പിന്റെ മെയിൻ പ്രത്യേകത നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാം. കീബോർഡിന്റെ പൊസിഷൻ മാറ്റാം. ട്രാക്ക് പാഡിന്റെ പൊസിഷൻ അതും മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ സ്ക്രീനിന്റെ ബെസൽ മാറ്റണോ, അതും മാറ്റാം. പിന്നെ ആ സൈഡിലുള്ള പോർട്സ് മാറ്റാം. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാത്ത പല കസ്റ്റമൈസേഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ ലാപ്ടോപ്പ്. ആ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് 2020 ആ 2020 ഒരു മോഡൽ ഇറക്കിയായിരുന്നു, ഫ്രെയിം വർക്കിന്റെ 13 ഇഞ്ച് മോഡൽ. പക്ഷേ ആ ഒരു ടൈമിൽ ഇത് അത്യാവശ്യം ചീപ്പാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പ്രശ്നങ്ങളുണ്ട്, റിജിഡിറ്റി ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഈ ഒരു ബ്രാൻഡിന് ഇന്ത്യയിൽ അങ്ങനെ സെയിൽസും കാര്യങ്ങളൊന്നുമില്ല, US മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യയിൽ വരേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം പ്രൈസിയാണ്. കാരണം ഇത് 13 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1 ലക്ഷത്തിലാണ്. ഓക്കെ, വിൻഡോസ് ലാപ്ടോപ്പാണ്, 1 ലക്ഷമാണ് സ്റ്റാർട്ടിങ്. മാക്സിമം പോയാൽ 3 ലക്ഷം രൂപ വരും ഇതിൻ്റെ ആ ഒരു അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ ഒരു മോഡലിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് മെയിനായിട്ടും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു നോട്ട്ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്ഗ്രേഡേഷനാണ്. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് മാറ്റാം, മദർ ബോർഡ് അടക്കം. പിന്നെ ഇത് ലോങ് ടൈമിലും അടിപൊളിയായിരിക്കും. കാരണം ഈ ഒരു ഡിസൈനിൽ ഒരു ബോഡി ഇറക്കും. ആ ഒരു ബോഡി ഇറക്കിയിട്ട് അടുത്ത പ്രാവശ്യം പുതിയ ചിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയുള്ള മദർ ബോർഡാണ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ മദർ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് എന്താണ്, ജസ്റ്റ് ഇവരുടെ സൈറ്റിൽ പോയി നമുക്ക് ആ ഒരു മദർ ബോർഡ് മാത്രം വാങ്ങിയിട്ട് നമ്മളുടെ ഇപ്പോൾ ഉള്ള മദർ ബോർഡ് മാറ്റിയിട്ട് ആ ഒരു മദർ ബോർഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്പെക്ക്, പുതിയ ലാപ്ടോപ്പായി. അപ്പോൾ ഈ ഒരു ഡിസൈൻ മെയിനായിട്ട് മോഡുലർ ഡിസൈൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുക ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഫ്രെയിം വർക്ക് ലാപ്ടോപ്പിൻ്റെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് 3 മോഡൽസാണ് മെയിനായിട്ട് ഇപ്പം അവർ സെൽ ചെയ്യുന്നത്. ലാപ്ടോപ്പ് 13 ഇഞ്ചും അതുപോലെ 16 ഇഞ്ചും പിന്നെ ഒരു ക്രോം ബുക്കും ഉണ്ട്. എടുക്കാതിരിക്കാനായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിൻഡോയിലായിരിക്കും വരാം. ഇവിടെ നിങ്ങൾക്ക് DIY എഡിഷനുണ്ട്, പ്രീ ബിൽഡ് എഡിഷനുണ്ട്. ഇപ്പോൾ DIY എഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതായത് നിങ്ങളുടെ ആ ഒരു ഡ്രീമിലുള്ള ലാപ്ടോപ്പ് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈസിൻ്റെ 7000 സീരീസിലുള്ള ചിപ്സാണ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സാണ് വരുന്നത്. പിന്നെ പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്യാം. അതാണ് DIY മോഡൽ എന്ന് പറയാം. പിന്നെ പ്രീ ബിൽഡ് മോഡൽ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഓൾറെഡി ബിൽഡഡ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് വേറെ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് നിങ്ങൾക്ക് ചിപ്പ് സെലക്ട് ചെയ്യാം, അതുപോലെ റാം കോൺഫിഗറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു 2 മോഡൽസിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ കാണിക്കുന്നുണ്ട് $1399, $1699. ഏകദേശം എത്ര പറയുക, ഒരു 170 ആ റേഞ്ച് വരും ഈ ഒരു പ്രീ ബിൽഡ് വേർഷൻ. ഇനിയിപ്പോൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു കീബോർഡ്, നമുക്ക് കീബോർഡ് RGB ആക്കണമെങ്കിൽ RGB ആക്കാം, അതുപോലെ തന്നെ സാധാ വേണമെങ്കിൽ അതാക്കാം. പിന്നെ നമുക്ക് കീബോർഡ് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. ചിലർക്ക് സൈഡിൽ വെക്കാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് നടുക്ക് വെക്കണമെന്നായിരിക്കും ആഗ്രഹം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതൊരു വൻ ഡിസൈൻ തന്നെ പറയാം. കാരണം ഇപ്പോൾ ഒരേപോലെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു മടുപ്പായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ ഫ്രഷ് ലുക്ക് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ട്രാക്ക് പാഡ്. നമുക്ക് ട്രാക്ക് പാഡ് നടുക്ക് വെക്കണമെങ്കിൽ നടുക്ക് വെക്കാം, ലെഫ്റ്റിലേക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, റൈറ്റിലേക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. കാരണം ഇന്നേ വരെ ഒരു ബ്രാൻഡ് പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ ആ ഒരു കസ്റ്റമൈസേഷൻ. ഓക്കെ, നമുക്ക് ആ ഒരു ബാക്കിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് AMD ആണ്. AMD Radeon RX 7700S ആണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം AMD ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫിക്സ് കാർഡ് വരുന്നില്ല. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ആ ഒരു പോർട്ട് സെലക്ഷനാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ലാപ്ടോപ്പിൽ ഒരു പോർട്സ് ഇപ്പം HDMI ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇവിടെ ഫ്രെയിം വർക്ക് അതിനെ വിളിക്കുന്നത് എക്സ്പാൻഷൻ കാർഡ്സ് എന്നാണ്. അപ്പം ഈ ഒരു എക്സ്പാൻഷൻ കാർഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് USB-C ഉണ്ട്, USB-A ഉണ്ട്, HDMI 3rd gen ഉണ്ട്, ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു പോർട്ട് വരുന്നുണ്ട്, ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്, മൈക്രോ SD വരുന്നുണ്ട്, ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ഇത് നമുക്ക് പല ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം. എന്നിട്ട് നമുക്ക് അവിടെ ഇഷ്ടമുള്ള പോലെ ഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരു ഓഫീസ് ലാപ്ടോപ്പായിട്ടും അതുപോലെ തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പായിട്ടും കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് കീബോർഡ് കണക്ട് ചെയ്യാനും മൗസ് കണക്ട് ചെയ്യാനും അങ്ങനത്തെ ആ ഒരു ഗെയിമിംഗ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ഈ ലാപ്ടോപ്പ് പെട്ടെന്ന്
സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ തോട്ട്സ്? ഓക്കെ, ഇങ്ങനെ ഒരു സംഭവങ്ങൾ ബാക്കി കമ്പനീസ് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഡിസൈൻ ആണോ അതോ ബാക്കി പണ്ടത്തെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണോ നല്ലതെന്നൊക്കെ ജസ്റ്റ് പറയുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ വരുവാണെങ്കിൽ തന്നെ പ്രൈസ് അത്യാവശ്യം ഹൈപ്പാണ്. കാരണം ആ ഒരു റേഞ്ചിൽ നമുക്ക് മാക്ബുക്ക് കിട്ടും. പക്ഷേ ഗെയിം കളിക്കണമെങ്കിൽ എന്തായാലും വിൻഡോസ് ലാപ്ടോപ്പ് മേടിക്കേണ്ടി വരും. 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മുടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് വന്നതിന് നമുക്ക് ആ ഒരു ലാപ്ടോപ്പിൻ്റെ ബോഡി മാറ്റാതെ തന്നെ പല രീതിയിൽ പുതിയ കമ്പോണൻസ് വരുമ്പോൾ, അതായത് നമ്മൾ PC ബിൽഡ് ചെയ്യുമ്പോൾ ചിലവർ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടായിരിക്കും മദർ ബോർഡ് വാങ്ങുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പുതിയ ആ ഒരു പ്രൊസസ്സർ വരുമ്പോൾ പഴയതെടുത്ത് മാറ്റി പുതിയത് ഇടുന്ന പോലെ തന്നെ ഇവിടെയും പുതിയ മദർ ബോർഡ് വരുമ്പോൾ പഴയ മദർ ബോർഡ് എടുത്ത് പുതിയ മദർ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ സംഭവം പുതിയ ലാപ്ടോപ്പായി. ഓക്കെ, പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഇതുപോലെ തന്നെ പുതിയത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതും സെപ്പറേറ്റ് വാങ്ങിയിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണിത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ലാപ്ടോപ്പ് നല്ലൊരു ഡിസൈൻ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ സെക്യൂരിറ്റിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് വിഷയമാണ്. കാരണം ആ ഒരു എക്സ്പാൻഷൻ പോർട്ടൊക്കെ ആർക്കെങ്കിലും അടിച്ചുകൊണ്ട് പോകാൻ നിസ്സാര സമയം മതി. ഓക്കെ, പെട്ടെന്ന് അടിക്കാം. പക്ഷേ ആ ഒരു ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതിന് ആ ഒരു കീബോർഡൊക്കെ അഴിച്ച് സ്ക്രൂ ഒക്കെ അഴിച്ച് കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഇതാരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഡീഅസംബിൾ ചെയ്യാൻ നിമിഷം നേരം മതി. ഓക്കെ, ജസ്റ്റ് ആ 2 ലോക്ക് അഴിക്കുക, ആ 2 സ്ലീവ് എടുത്ത് മാറ്റുക, ട്രാക്ക് പാഡിൽ നിന്ന് പൊക്കിയെടുക്കുക, ആ ഒരു കീബോർഡ് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു അലുമിനിയം ഷീറ്റിലെത്തും. അവിടെ ഒരു 5-6 സ്ക്രൂ ഉണ്ട്, അതുകൊണ്ട് അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മദർ ബോർഡ് എടുക്കാം. ഓക്കെ, എല്ലാം മോഡലായതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകാൻ സുഖമാണ്. അപ്പം സെക്യൂരിറ്റിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് വിഷയമാണ്. ആ ഒരു രീതിയിലും കൂടിയും ഈ ഒരു ഫ്രെയിം വർക്ക് ചിന്തിക്കുകയാണെങ്കിൽ, അതിനും കൂടി ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ബെസ്റ്റ് ആയിരിക്കും. കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാർട്സ് അവൈലബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അധികം നാൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കേണ്ടി വരില്ല. നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാനുള്ളൂ. എല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള ആ ഒരു ഗൈഡും കാര്യങ്ങളൊക്കെ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാം, നമുക്ക് തന്നെ ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ സൈറ്റിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ആ ഒരു പേജിൽ വന്ന് നിങ്ങൾക്ക് എല്ലാ പാർട്സും, ഈ ലാപ്ടോപ്പിൽ ഇടാൻ പറ്റുന്ന എല്ലാ പാർട്സിൻ്റെയും ലിസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രെയിം വർക്ക് ലാപ്ടോപ്പിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു മദർ ബോർഡ്, ഇപ്പോൾ ഇവിടുത്തെ സൈഡിലേക്ക് വന്ന മെയിൻ ബോർഡ്സ് ഉണ്ട്. ആ മെയിൻ ബോർഡ്സിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ CPU ആയിട്ടുള്ള മദർ ബോർഡ്സ് വരുന്നുണ്ട്. ഇപ്പം ഈ ഫ്രെയിം വർക്കിൻ്റെ ആ ഒരു 13 ഇഞ്ച് ലാപ്ടോപ്പിന് വേണ്ടിയുള്ള ആ ഒരു i7 11th ജെന്നിൻ്റെ ഒരു മദർ ബോർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർട്സിൻ്റെ ആ ഒരു ഓപ്ഷൻ വന്നതിന് നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ആ ഒരു ലാപ്ടോപ്പിൽ ഫിക്സ് ആയിട്ടുള്ള എല്ലാ പാർട്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങളുടെ സ്ക്രൂ കാണാതെ പോയെങ്കിൽ സ്ക്രൂ വാങ്ങാം, സ്ക്രൂ സെറ്റായിട്ട്. അതുപോലെ തന്നെ ഫാന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഫാൻ മാറ്റാൻ പറ്റും. പിന്നെ എന്താ പറയുക, സ്പീക്കറിന് പ്രശ്നം ഉണ്ടെങ്കിൽ സ്പീക്കർ മാറ്റാം. പിന്നെ ബാക്ക് കേസിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമെങ്കിൽ അത് മാറ്റാം. അങ്ങനെ ഫുൾ കസ്റ്റമൈസേഷനാണ് ഈ ഒരു ലാപ്ടോപ്പ് തരാൻ പോകുന്നത്. എന്തായാലും ഇത് ഇന്ത്യയിലും കൂടി വരുമായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. അത്യാവശ്യം ഇത്തിരി കൂടി അഫോർഡബിൾ ആക്കുമായിരുന്നെങ്കിലും നല്ല കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോസ് മെഷീൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ബ്രാൻഡ് അത്യാവശ്യം പോപ്പുലർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് NVIDIAയുടെയും ആ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇന്റൽ ഫാൻസ് ഉണ്ടെങ്കിൽ ഇന്റലിൻ്റെ പ്രോസസ്സർ വരുന്ന ആ ഒരു മെയിൻ ബോർഡും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രാൻഡിൻ്റെ ലാപ്ടോപ്സ് ഇന്ത്യയിൽ വരുവാണെങ്കിൽ അത് വൻ വിജയം ആവാനായിരിക്കും ചാൻസ്. ഈ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ബ്രാൻഡ്സൊക്കെ ലാപ്ടോപ്പ് ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മളുടെ കാര്യങ്ങൾ ഏകദേശം ഒരു തീരുമാനമാവും, നമുക്കത് എളുപ്പമായിരിക്കും. പക്ഷെ അങ്ങനെ ഇപ്പോഴത്തെ ബ്രാൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തായാലും നിങ്ങളുടെ തോട്ട്സ് സാധിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.